എല്ലാവർക്കും നമസ്കാരം. ഓസ്കർ 2023 അവാർഡ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 10-ലധികം ചോദ്യങ്ങളാണ് ഓസ്കർ അവാർഡുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സാണ്. മാത്രമല്ല കുറച്ചും കൂടി ഡീപ്പായിട്ട് എന്തൊക്കെ കാര്യങ്ങളിൽ എന്തൊക്കെ കാറ്റഗറീസിൽ അവാർഡ് കിട്ടി എന്നുള്ളത് നമുക്ക് അറിയേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും ഉപകാരപ്രദമാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആദ്യത്തെ ചോദ്യം, ഓസ്കർ 2023 മികച്ച ഗാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് നാട്ടുനാട്ടാണ്. ഏതാണ് ചിത്രം നമുക്കറിയാം. RRR, സംവിധായകൻ രാജമൗലിയാണ്. ഇപ്പോൾ ഓസ്കർ 2023 മികച്ച ഗാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് നാട്ടുനാട്ടാണ്. ചിത്രം RRR. അതുപോലെ തന്നെ RRRൻ്റെ സംവിധായകൻ എന്ന് പറയുന്നത് രാജമൗലിയാണ്. 2 ഓസ്കർ വേദിയിൽ നാട്ടുനാട്ട് എന്ന ഗാനം പരിചയപ്പെടുത്തിയത് ആരാണ്? ദീപിക പദുക്കോണാണ്. ഓസ്കർ വേദിയിൽ നാട്ടുനാട്ട് എന്ന ഗാനം പരിചയപ്പെടുത്തിയത് ദീപിക പദുക്കോണാണ്. 3 മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം ദി എലിഫൻറ്റ് വിസ്പറേഴ്സ് ആണ്. മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം ഏതാണ്? എലിഫൻറ്റ് വിസ്പറേഴ്സ്. ഓർത്ത് വെക്കണേ, എലിഫൻറ്റ് വിസ്പറേഴ്സ്. അതുപോലെ മികച്ച സഹനടൻ ആരാണ്? കെ ഹ്വി ക്വാൻ ആണ്. കെ ഹ്വി ക്വാൻ ആണ് മികച്ച സഹനടൻ. അത് ഏത് സിനിമയാണ് ഞാൻ പറയാം. ഏറ്റവും കൂടുതൽ അവാർഡുകൾ ലഭിച്ച എവറിത്തിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് എന്ന സിനിമയിലെയാണ് പെർഫോമൻസിനാണ് ഈ മികച്ച സഹനടൻ എന്ന കാറ്റഗറിക്ക് കെ ഹ്വി ക്വാന് അവാർഡ് ലഭിച്ചത്. സിനിമ ഏതാണ്? എവറിത്തിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ്. മികച്ച സഹനടി ആരാണ്? ജേമി ലീ കേർട്ടിസ് ആണ്. ജേമി ലീ കേർട്ടിസ്. ഏതാണ് സിനിമ? ഈ പറഞ്ഞ സിനിമ തന്നെയാണ് എവറിത്തിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ്. ആ സിനിമയുടെ പേര് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് അവാർഡുകൾ നേടിയതുകൊണ്ട് തന്നെ എവറിത്തിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അടുത്ത ചോദ്യം, അപ്പോൾ മികച്ച സഹനടി നമ്മൾ പറഞ്ഞു, ജേമി ലീ കേർട്ടിസ് പറഞ്ഞു. മികച്ച സംവിധാനം ആരാണ്? 2 പേരാണ്, ഡാനിയൽ ക്വാനും ഡാനിയൽ ഷൈനേർട്ടുമാണ്. ഡാനിയൽ ക്വാൻ ആൻഡ് ഡാനിയൽ ഷൈനേർട്ട്. അപ്പോൾ ഇതെന്താണ്? ഏത് സിനിമയാണ്? ഇതും എന്താണ്? എവറിത്തിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് എന്ന സിനിമക്കാണ് കിട്ടിയത്. ഓസ്കർ 2023 മികച്ച സംവിധാനം എന്ന കാറ്റഗറിക്ക് 2 പേർക്കാണ് കിട്ടിയത്. ഡാനിയൽ ക്വാനും അതുപോലെ തന്നെ ഡാനിയൽ ഷൈനേർട്ടിനുമാണ് സിനിമ എവറിത്തിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ്. മികച്ച ഛായാഗ്രഹണം ആർക്കാണ്? ജെയിംസ് ഫ്രണ്ട്. സിനിമ ഞാൻ ഇതിൽ എഴുതാൻ വിട്ടുപോയി. ഓൾ ക്വൈറ്റ് ഓൺ ദി വെസ്റ്റേൺ ഫ്രണ്ട് എന്ന് പറയുന്ന സിനിമക്കാണ്. ഇത് ജർമ്മൻ സിനിമയാണ്. ഓൾ ക്വൈറ്റ് ഓൺ ദി വെസ്റ്റേൺ ഫ്രണ്ട് എന്ന് പറയുന്ന സിനിമക്കാണ് മികച്ച ഛായാഗ്രഹണം എന്ന കാറ്റഗറിയിൽ ജെയിംസ് ഫ്രണ്ടിന് ഈ പറയുന്ന അവാർഡ് ലഭിച്ചത്. മികച്ച ഛായാഗ്രഹണം. 8ാമത്തേത് മികച്ച വിദേശ ഭാഷാ ചിത്രം. അത് ഇത് തന്നെയാണ്, ഓൾ ക്വൈറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട്. ജർമ്മൻ സിനിമയാണ്. ഓൾ ക്വൈറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ടിനാണ് മികച്ച വിദേശ ഭാഷാ ചിത്രം. ഇനി 9 മികച്ച നടൻ ബ്രണ്ടൻ ഫ്രേസറാണ്. ദി വെയിൽ എന്ന് പറഞ്ഞ സിനിമക്കാണ് ബ്രണ്ടൻ ഫ്രേസറിന് ഇത് ലഭിച്ചത്. ഇനി മികച്ച നടി, മികച്ച നടൻ നമ്മൾ പറഞ്ഞു. മികച്ച നടി മിഷേൽ യോഹാണ്. എവറിത്തിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ്. എവറിത്തിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് ആണ് സിനിമ. മികച്ച നടി ഏതാണ്? മിഷേൽ യോഹാണ്. മികച്ച ചിത്രം, അപ്പോൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ച ഈ സിനിമയെക്കുറിച്ചാണ്. മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓസ്കർ 2023 മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് എവറിത്തിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് ആണ്. അതുപോലെ എവറിത്തിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് എന്ന ചിത്രത്തിന് എത്ര പുരസ്കാരങ്ങളാണ് ലഭിച്ചത്? 7 പുരസ്കാരങ്ങളാണ് ലഭിച്ചത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഓസ്കാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് പറയുന്ന സെഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും, അതായത് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ മികച്ച ചിത്രമുണ്ട്, അതുപോലെ തന്നെ മികച്ച നടൻ, മികച്ച നടി, അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് എന്തായാലും പഠിച്ചു വെച്ചേ പറ്റുള്ളൂ. ഒരു തവണ കൂടെ വളരെ സ്പീഡിൽ നമുക്ക് റിവൈസ് ചെയ്തിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. ഓസ്കർ 2023 ഏറ്റവും മികച്ച ഗാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് നാട്ടാണ്. RRR രാജമൗലി. ഓസ്കർ വേദിയിൽ നാട്ട് എന്ന ഗാനം പരിചയപ്പെടുത്തിയത് ദീപിക പദുക്കോൺ. മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ദ എലിഫൻറ്റ് വിസ്പറേഴ്സ് ആണ്. ദ എലിഫൻറ്റ് വിസ്പറേഴ്സ്. മികച്ച സഹനടൻ കെ ഹ്വി ക്വാൻ ആണ്. മികച്ച സഹനടൻ ആരാണ്? കെ ഹ്വി ക്വാൻ. മികച്ച സഹനടി ആരാണ്? ജെയ്മി ലീ കേർട്ടിസ് ആണ്. മികച്ച സഹനടി ജെയ്മി ലീ കേർട്ടിസ് ആണ്. മികച്ച സംവിധായകൻ ആരാണ്? സംവിധാനത്തിന് 2 പേർക്കാണ്, ഡാനിയൽ ക്വാനും ഡാനിയൽ ഷൈനേർട്ടിനുമാണ്. മികച്ച ഛായാഗ്രഹണം ജെയിംസ് ഫ്രണ്ടാണ്. മികച്ച ഛായാഗ്രഹണം
അവാർഡ് അർഹനായത് ആർക്കാണ്? ജെയിംസ് ഫ്രണ്ട്. ഏതാ സിനിമ? ഓൾ ക്വൈറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ടാണ്. ജർമ്മൻ സിനിമയാണ്. മികച്ച വിദേശ ഭാഷാ ചിത്രവും എന്താണ്? ഓൾ ക്വൈറ്റ് ഓൺ ദി വെസ്റ്റേൺ ഫ്രണ്ടാണ്. മികച്ച നടനാരാണ്? ബ്രണ്ടൻ ഫ്രേസറാണ്. സിനിമ ദ വെയിലാണ്. മികച്ച നടി മിഷേൽ യോഹാണ്. അതും ഏത് സിനിമയാണ്? എവരിതിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് ആണ്. മികച്ച ചിത്രം അപ്പോൾ ഏതാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എവരിതിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ്. എവരിതിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് എന്ന ചിത്രത്തിന് എത്ര പുരസ്കാരങ്ങളാണ് ലഭിച്ചത്? 7 അപ്പോൾ നമ്മളിത് വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയാണ് ഓസ്കാറുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ്. അപ്പോൾ ബൈ, ടേക്ക് കെയർ.